ഇറാന് കനത്ത തിരിച്ചടിയുമായി അമേരിക്ക. 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തതിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിലേക്ക് അതിപ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കൺ അമേരിക്ക അയച്ചിരിക്കുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിനിടെ ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് മേഖലയിൽ അമേരിക്ക കപ്പൽ വിന്യസിച്ചിരിക്കുന്നത്. ഗാസ, ലെബനൻ ആക്രമണത്തിലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഹമാസ്, ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിലും പ്രതികാരം വീട്ടാൻ ചൊവ്വാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രയേലുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്ത ഇറാൻ, ഇറാഖ്, സിറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് മീതെയാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്തത്. ഇവയിൽ ഭൂരിഭാഗവും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ 2, ആരോ 3 തുടങ്ങിയ ഉപയോഗിച്ച് ഇസ്രയേൽ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി. ആക്രമണത്തിൽ ആളപായം തടയാനും ഇസ്രയേലിന് കഴിഞ്ഞു. പ്രാദേശിക സമയം രാത്രി 7:45 ഇസ്രയേൽ നഗരമായ ടെൽ അവീവിന് മുകളിലൂടെ ഇറാൻ മിസൈലുകൾ പായുന്ന ദൃശ്യങ്ങൾ ഇസ്രയേൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഭൂരിഭാഗം മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയെന്ന് വ്യക്തമാക്കിയ ഇസ്രയേൽ ചുരുക്കം ചില മിസൈലുകൾ തെക്കൻ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചുവെന്നും സ്ഥിരീകരിച്ചു. ഇതിന് ഇറാന് തിരിച്ചടി നൽകാനാണ് അമേരിക്കയുടെ നീക്കം. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിനിടെ ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക മുമ്പും രംഗത്തെത്തിയിട്ടുണ്ട്. ആണവായുധ വിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ കപ്പലാണ് മിഡിൽ ഈസ്റ്റിൽ തീരത്ത് എത്തുന്നത്. മെഡിറ്ററേനിയൻ തീരത്തും കപ്പലിന്റെ നിരീക്ഷണമുണ്ടാകും. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ. F-35 യുദ്ധവിമാനത്തെ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പൽ അമേരിക്കൻ നാവികസേനയുടെ 5ാമത്തെ നാമിസ്റ്റ് ക്ലാസ്സിലാണ് പെടുന്നത്. ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കപ്പൽ അറേബ്യൻ കടലിൽ നിരീക്ഷണം നടത്തുകയായിരുന്നു. അമേരിക്ക ഇറാഖ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരുന്നു. പിന്നീട് അഫ്ഗാൻ യുദ്ധത്തിന്റെ സമയത്ത് തിരിച്ചു വിളിക്കുകയായിരുന്നു. ഇതിനിടയിൽ ചർച്ചയാകുന്നത് ഇസ്രയേലിന്റെ കൈവശമുള്ള അയൺ ഡോമുകളാണ്. ശത്രുക്കൾ നടത്തുന്ന വ്യോമമാർഗമുള്ള ഏത് ആക്രമണത്തെയും ആകാശത്ത് വെച്ച് തകർക്കുന്നതിന് ഇസ്രയേലിന്റെ കൈവശമുള്ള അത്യാധുനിക സംവിധാനമാണ് അയൺ ഡോം. ശത്രുവിന്റെ ഹ്രസ്വദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെ തകർക്കുകയാണ് അയൺ ഡോം ചെയ്യുന്നത്. റോക്കറ്റുകൾ, മോർട്ടറുകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ തകർക്കാൻ അയൺ ഡോമിന് കഴിയും. ഇസ്രയേലിനു നേരെ ഒരു റോക്കറ്റ് വർഷിക്കുമ്പോൾ റഡാർ ഇത് കണ്ടെത്തുകയും ആയുധ നിയന്ത്രണ സംവിധാനത്തിന് വിവരം കൈമാറുകയും ചെയ്യും. 3 യൂണിറ്റുകളാണ് ഒരു അയൺ ഡോമിന് ഉണ്ടാവുക. ശത്രു തൊടുത്തുവിടുന്ന റോക്കറ്റുകളെ തിരിച്ചറിയാനുള്ള റഡാർ സംവിധാനം, പ്രത്യാക്രമണം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം, മിസൈലുകൾ തൊടുത്തുവിടുന്നതിനുള്ള 3 ലോഞ്ചറുകൾ എന്നിവയുള്ളതാണ് അയൺ ഡോമിന്റെ ഒരു ബാറ്ററി. ഓരോ ലോഞ്ചിനും 20 പ്രത്യാക്രമണ മിസൈലുകൾ തയ്യാറായിരിക്കും. 4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ളതാണ് ഇതിൽ ഉപയോഗിക്കുന്ന താമീർ മിസൈലുകൾ. ഇസ്രയേലിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.